മാറിപ്പോയെന്ന് അരുണേട്ടന്റെ അമ്മ പറഞ്ഞത് മുതൽ കാണണമെന്നുണ്ടായിരുന്നു കാര്യം തിരക്കാൻ. പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ അരുണേട്ടൻ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലല്ലോ, അമ്മയെ വെറുക്കില്ലല്ലോ. എന്നെ അമ്മ കാണാൻ വരുന്നത് അമലേച്ചിയെ പോലെ അരുണേട്ടനും വെറുപ്പാണോ? ഏയ്, അതല്ല അമ്മയായിട്ട് അകലം കാരണം. അതല്ല ഞങ്ങളുടെ വഴക്കിന് കാരണം. പിന്നെ അത് പറയാം. അസുഖമൊക്കെ ഭേദമാവട്ടെ. ആരാ പറഞ്ഞത് ഞാനിവിടെ ഉണ്ടെന്ന്? അമ്മയാ? അല്ല, ഞാൻ അറിഞ്ഞു. അന്വേഷിച്ച അതിന്റെ അവസാനം ഫലപ്രാപ്തി ഉണ്ടാവുമല്ലോ. ഇനി അമലേച്ചിയും കാണണോ എനിക്ക്? എന്റെ ഈ അവസ്ഥ അറിയുമ്പോഴെങ്കിലും അമലേച്ചിക്ക് അലിവുണ്ടാവോ? പഴയതൊക്കെ മറന്ന് എന്നെ സ്നേഹിക്കാൻ തയ്യാറാവോ? ശാലിനിയോടുള്ള അമലേച്ചിയുടെ സമീപനത്തിന് മാറ്റം വരുമെന്നറിയില്ല. എങ്കിലും മൊത്തത്തില് ചേച്ചിക്കിപ്പം നല്ല ചേഞ്ച് ഉണ്ട്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നത്. അമ്മ ഒഴിച്ചെല്ലാവരോടും. അതെന്താ എല്ലാവരും അമ്മ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? അമ്മയെ ശത്രുവിനെ പോലെ കാണുന്നത്? പാവമല്ലേ അരുണേട്ടന്റെ അമ്മ? എന്നെ കണ്ടപ്പോ എന്തൊരു കരച്ചിലായിരുന്നെന്ന് അറിയാമോ? നെഞ്ചു പൊട്ടി നിലവിളിക്കായിരുന്നു ആ അമ്മ. നമുക്ക് ആ വിഷയം വിടാം. അമ്മയെക്കുറിച്ചുള്ള സംസാരം നിർത്താം. ഇനിയെങ്കിലും അമലേച്ചിന്നും അരുണേട്ടനൊന്നും വിളിക്കാതെ ഞങ്ങളെ പേര് മാത്രം വിളിച്ചൂടെ? എന്നെ അരുണെന്ന് വിളിച്ചൂടെ? അതെന്താ അങ്ങനെ? അല്ല, ശാലിനി ഞങ്ങളെക്കാളും മൂത്തതാ. എന്നിട്ട് ഞങ്ങളോ ബഹുമാനം തരുന്നില്ല. ചേച്ചിന്ന് വിളിക്കുന്നില്ല. അപ്പൊ ശാലിനിക്ക് തിരിച്ചും ഞങ്ങളെ പേര് വിളിച്ചൂടാന്ന് ചോദിക്കുന്നത്. ശീലിച്ചതൊന്നും ഇനിയിപ്പോ മാറ്റണ്ട അരുണേട്ടാ. എനിക്ക് നിങ്ങൾ രണ്ടാളും ചേച്ചിയും ചേട്ടനും തന്നെയാ. തൽക്കാലം ആ വിളി മാറ്റാനാവില്ല. എന്താ ഇങ്ങനെ? പെട്ടെന്ന് എന്തിനാ സങ്കടം വന്നേ? ഒന്നുമില്ല.